നമസ്കാരം. ശിംശിവാവൃക്ഷത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേർന്ന രാവണൻ സീതാദേവിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സീതാദേവിക്ക് കാവലായി നിന്നിരുന്ന രാക്ഷസിമാരും മറ്റുള്ള ആളുകളും രാവണനോടൊപ്പം വന്നവരും മാറി നിന്നു. അപ്പം രാവണൻ്റെ വരവ് സീതാദേവിക്ക് മനസ്സിലായി. പക്ഷെ സീതാദേവി ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടായില്ലേ, കുനിഞ്ഞ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് ഇരിക്കുകയാണ്. രാവണൻ അവിടെ വന്ന് നിന്നുകൊണ്ട് സീതാദേവിയെ തൻ്റെ വരുതിക്ക് വരുത്തുവാൻ വേണ്ടിയുള്ള വർത്തമാനം പറയാൻ തുടങ്ങി. ദേവി, ഞാൻ നിന്റെ ദാസനാണ്, നീ എന്നോടൊപ്പം വരണം, നിനക്ക് ഞാൻ എല്ലാ സൗഭാഗ്യങ്ങളും തരും, നീ വരണം, നീ എന്തിനാണിങ്ങനെ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന ഒരു സന്യാസിയോടൊപ്പം അല്ലെങ്കിൽ സന്യാസി വേഷം കെട്ടി നടക്കുന്ന വനവാസിയായ ഒരാളോട് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്? നിനക്ക് ലോകത്തെ ഏറ്റവും വലിയ പദവി നാം നൽകും, നമ്മുടെ പട്ടമഹിഷിയാക്കും. ഈ വിധത്തിൽ ഇങ്ങനെ സീതാദേവിയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവിടെ നിന്നോട് പറയുകയാണ്. സീതാദേവി ഇതിനൊന്നും മറുപടി പറയുന്നില്ല, ശ്രദ്ധിക്കുന്നതേ ഇല്ല. സീതാദേവിയുടെ മൗനം രാവണന് അരോചകമായി തോന്നി. വീണ്ടും വീണ്ടും രാവണൻ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. രാവണൻ സീതാദേവിക്ക് നൽകാവുന്ന പുതിയ പുതിയ വാഗ്ദാനങ്ങൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചു. പക്ഷേ സീതാദേവി ഇതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. അത് കഴിഞ്ഞ് രാവണൻ പറഞ്ഞു, നീ എത്ര കാത്തിരുന്നാലും നീ കാത്തിരിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇവിടേക്ക് വരില്ല. നിന്നോട് അല്പമെങ്കിലും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ എത്രയോ കാലം മുമ്പ് വരുമായിരുന്നു. കാലം ഇത്രയുമായിട്ടും ഇതുവരെ അവനോ അവൻ്റെ അനുജനോ ഇങ്ങോട്ട് ദേവിയെ അന്വേഷിച്ച് വന്നില്ല എന്നുള്ളത് ദേവി ഓർക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എന്നോടൊപ്പം വരിക. ഇങ്ങനെ നിരന്തരം നിരന്തരം ഇങ്ങനെ രാവണൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സീതാദേവി ഒരു പുല്ല് പറിച്ചെടുത്തിട്ട് അവിടെ നിന്ന് ഒരു പുല്ലിങ്ങനെ നോക്കിയിട്ട് ആ പുല്ലിനോട് സംസാരിക്കുന്ന പോലെ പറഞ്ഞു, നിന്നെപ്പോലെ നികൃഷ്ടനായ ഒരാളിൻ്റെ വർത്തമാനം അതിര് കടക്കുകയാണ്. നിനക്കും നിന്റെ കുലത്തിനും കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് സർവനാശമാണ്. താമസിയാതെ എൻ്റെ ഭർത്താവ് ഇവിടെ വരും, നിന്നെയും നിന്റെ കുലത്തെയും സമ്പൂർണ്ണമായി നശിപ്പിക്കും. നീ ആരെക്കുറിച്ചാണ് പറയുന്നത് ഓർക്കണം, ശ്രീരാമദേവനെക്കുറിച്ചാണ് പറയുന്നത്.
ഈ മട്ടിലിങ്ങനെ പുല്ലുപോലെ കണക്കാക്കിക്കൊണ്ട് രാവണനെ സംസാരിച്ചപ്പോൾ രാവണൻ പെട്ടെന്ന് ദേഷ്യം ഇരച്ചു കയറി. രാവണൻ തൻ്റെ കയ്യിലെ വാളെടുത്തുകൊണ്ട് സീതാദേവിയുടെ നേർക്ക് പാഞ്ഞു, നേരെ വെട്ടുവാനായിട്ട് പാഞ്ഞു. ആ സമയം അവിടെ എത്തിച്ചേർന്നിരുന്ന മണ്ഡോദരി, രാവണൻ്റെ ഭാര്യ, രാവണൻ ഇങ്ങനെ വന്ന കാഴ്ച അവർ കണ്ടു. രാത്രി മണ്ഡോദരി അവിടെ നിന്ന് എണീറ്റ് രാവണൻ്റെ പിന്നാലെ വന്നിരുന്നു. രാവണൻ ഈ സംസാരിക്കുന്നതെല്ലാം മണ്ഡോദരി അവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. മണ്ഡോദരി പെട്ടെന്ന് രാവണൻ്റെ മുന്നിലേക്ക് കടന്നു. അരുത്, നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്. ഒരു പതിവ്രതയായ സ്ത്രീ അവരുടെ ഭർത്താവിനെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത് മനസ്സിലാക്കണം. സാധുവായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ നിങ്ങൾ വധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പാപമായിരിക്കും. ഇതിന് ആരെങ്കിലും ന്യായീകരിക്കുമോ? ആ സ്ത്രീയുടെ ചിന്ത എന്താണ്? തൻ്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. തൻ്റെ ഭർത്താവിനെ പ്രാർത്ഥിച്ചിരിക്കുന്നതും ഭർത്താവിനെ കാത്തിരിക്കുന്നതും തെറ്റാണോ? രാജൻ ഇതിൽ നിന്ന് പിന്തിരിയണം. ഇവിടെ എത്രയോ സ്ത്രീകളുണ്ട്, അപ്സരസ്സുകൾ, ദേവകന്യകമാർ, ആരെല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ആര് വേണമെങ്കിലും ആകാമല്ലോ. രാവണൻ നാണം കെട്ടുപോയി. മണ്ഡോദരി ഇങ്ങനെ പറയുക, ഇയാളൊരു സ്ത്രീ ലംബടനെ പോലെ പെരുമാറി എന്ന തോന്നൽ തൻ്റെ ഭാര്യയ്ക്കുണ്ടായി എന്നത് രാവണൻ വല്ലാത്ത നിലയിലുള്ള ഒരു മാനസികാവസ്ഥ. രാവണന് വല്ലാണ്ട് മാനസികമായും ശാരീരികമായും ലിപ്യനായതുപോലെ മാറി. രാവണൻ അവിടെ നിന്ന് മണ്ഡോദരിക്കൊപ്പം മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് രാവണൻ സീതാദേവിക്ക് ചുറ്റും നിൽക്കുന്ന രാക്ഷസിമാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഞാൻ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. 1 മാസ സമയമുണ്ട്. അതിനിടയിൽ സീതയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് നമ്മോടൊപ്പം വരാൻ തയ്യാറാക്കിപ്പിക്കണം എന്ന് പറഞ്ഞ് രാവണൻ മടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹനുമാൻ ആ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. ഈ രാവണൻ നടന്നു വരുമ്പോൾ രാവണൻ്റെ മുഖം ഹനുമാൻ പഠിച്ചിരുന്നു. രാവണൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് ഹനുമാൻ മനസ്സിലായി. രാവണൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം രാവണനും അറിയാമെന്നുള്ള തോന്നലായിരുന്നു ആ മുഖത്ത്. രാവണൻ ആ മരണത്തെ പുൽകാൻ കാത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഭാവം രാവണനുള്ളതായിട്ട് ആ മുഖത്ത് ഹനുമാൻ വായിച്ചു. എങ്കിലും ഹനുമാൻ രാവണൻ്റെ ഈ വൃത്തികെട്ട വർത്തമാനം കേട്ടപ്പോൾ, ഈ വിധമുള്ള പെരുമാറ്റം കണ്ടപ്പോൾ രാവണനെ അപ്പോൾ തന്നെ വകവരുത്തണമെന്ന് തോന്നി. പക്ഷേ അത് തൻ്റെ ദൗത്യമല്ല, ശ്രീരാമദേവൻ്റെ ദൗത്യമാണ്. രാവണനോട് ഏറ്റുമുട്ടുവാൻ, അല്ലെ രാവണനെ ആക്രമിക്കുവാൻ ദേവന് കൽപ്പിച്ചിട്ടില്ല, അനുവാദം തന്നിട്ടില്ല. ഹനുമാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് പോയി കഴിഞ്ഞപ്പോൾ സീതാദേവി രാവണൻ പോയതിൻ്റെ ശബ്ദമൊക്കെ ഒന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ
മെല്ലെ തല ഉയർത്തി വളരെ ദുഃഖഭാവത്തിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ സീതാദേവിക്ക് കാവലായി നിൽക്കുന്നതിൽ ഒരാളായ വിഭീഷണന്റെ പുത്രി ത്രിജട വന്നു. അപ്പോൾ ത്രിജടയോട് വളരെ ദുഃഖത്തോടുകൂടി സീതാദേവി നാം എത്ര നാളായി ഇങ്ങനെ കഴിയുന്നു, നമ്മെ കാണുവാൻ ഇതുവരെ ദേവൻ എത്തിയില്ലല്ലോ. ഈ വിധം വേദന നിറഞ്ഞ വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോൾ ത്രിജട പറഞ്ഞു, ദേവി, നാം ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു. പുലർകാലെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് വിശ്വാസം. അപ്പം ചുറ്റും രാക്ഷസന്മാർ നിൽപ്പുണ്ട്, കാവൽക്കാരായ. അപ്പോൾ എന്താണ് എന്ന് സീതാദേവി ചോദിച്ചപ്പോൾ ത്രിജട പറഞ്ഞു, ശ്രീരാമദേവൻ അനുജൻ ലക്ഷ്മണനോടൊപ്പം ഇവിടെ ലങ്കയിലെത്തി രാവണനെയും രാവണൻ്റെ കുലത്തെയും നശിപ്പിച്ച് വിഭീഷണനെ, എൻ്റെ പിതാവ് വിഭീഷണനെ രാജാവാക്കി എന്നാണ് സ്വപ്നം കണ്ടത്. ഇത് കേട്ടപ്പോൾ സീതാദേവി പറഞ്ഞു, അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ വരും എന്ന് പറഞ്ഞപ്പോൾ, ശ്രീരാമദേവൻ ഇവിടെ എത്തും എന്ന് ത്രിജട പറഞ്ഞപ്പോൾ സീതാദേവിയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായി. രാവണനും രാവണൻ്റെ കുലവും രാക്ഷസ കുലമാകെ നശിക്കും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ അവിടെ നിന്ന് രാക്ഷസിമാരൊക്കെ പേടിക്കാൻ തുടങ്ങി. അപകടം ഉണ്ടാകും എന്ന് മനസ്സിലായി. താമസിയാതെ ഇവിടെ ദൂതുമായി ഒരു വാനരൻ വരുന്നുണ്ട് എന്നും നാം സ്വപ്നം കണ്ടു. ഇങ്ങനെ ത്രിജട പറഞ്ഞു. അത് കഴിഞ്ഞ് സീതാദേവി ത്രിജടയെയും അവിടെ നിന്ന് പോകാൻ അനുവദിച്ചു. അവിടെ കാവൽ നിന്നിരുന്ന രാക്ഷസ സ്ത്രീകൾ കുറച്ച് അകലെയൊക്കെ മാറി അവിടെ ഇരുന്നു. പലരും മയങ്ങിപ്പോയി, മയക്കമായി. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയാണല്ലോ, മയക്കമായി. ഈ സമയം സീതാദേവി പർണശാലയിൽ നിന്ന് പുറത്തിറങ്ങി ആ ശംശിവവൃക്ഷത്തിൻ്റെ ഒരു ചില്ലയിൽ പിടിച്ചുകൊണ്ട് വളരെ ദുഃഖത്തോടുകൂടി എന്താണ് എന്നൊരു പോംവഴി ഈ നിലയിലുള്ള ചിന്തയുമായി അവിടെ നിൽക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് ചെറിയ ശബ്ദത്തിൽ ഒരു കഥ പോലെ കേൾക്കുകയാണ്. അയോധ്യയിലെ മഹാരാജൻ അജൻ്റെ പുത്രൻ ദശരഥ മഹാരാജാവിൻ്റെ 4 പുത്രന്മാർ, അതിസുന്ദരന്മാരും നിപുണന്മാരുമായ 4 പുത്രന്മാർ, ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഇവർ 4 പേരും മിഥിലയിലെത്തി. ശ്രീരാമദേവൻ സ്വയംവരത്തിൽ വിജയിച്ചു, ജനകപുത്ര ജാനകിയെ പരിണയിച്ചു. ഈ കഥ ഇങ്ങനെ പറയുകയാണ്. ഈ വളരെ സുന്ദരമായ കാര്യമാണല്ലോ. അത് കഴിഞ്ഞിങ്ങനെ കേൾക്കുകയാണ്. മുഴുവൻ കാര്യങ്ങളും ഇതുവരെയുള്ള നടന്ന കാര്യങ്ങളല്ല പറയുക. ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി, ഇത് ആരാ? ആരെയും കാണുന്നില്ല. സീതാദേവി നോക്കിയിട്ട് ആരെയും കാണുന്നില്ല.
എങ്കിലും ശ്രീരാമദേവനെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതൊരിക്കലും രാക്ഷസരല്ല. രാക്ഷസർ ശ്രീരാമദേവനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാറില്ല. ഇതാരാ എങ്ങനെ നോക്കുമ്പോഴുണ്ട് സീതാദേവി അങ്ങോട്ട് നോക്കിയിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് അവിടെ ഇരിക്കുന്ന അതാരാണോ ആ ജീവി ഇങ്ങ് വരാൻ ഇങ്ങ് വിളിച്ചു. അപ്പോൾ ഒരു ചെറിയ ഒരു വാനര, ചെറിയ സീതാദേവിയെ കണ്ട് വണങ്ങി നിൽക്കുക. അപ്പോൾ സീതാദേവിക്ക് കൗതുകമായി. പെട്ടെന്ന് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം മരീചനായി വന്നത് രാക്ഷസനാണ്. ഇത് രാക്ഷസനായിരിക്കും ഒരു പക്ഷേ വന്നിങ്ങനെ നിൽക്കുന്നതെങ്കിലും എന്ന് സീതാദേവി ഒരു നിമിഷം ഇങ്ങനെ ചിന്തിച്ചു. സീതാദേവി ചോദിച്ചു, നീ ആരാണ്? അപ്പോൾ ഈ വാനരൻ പറഞ്ഞു, ഞാൻ ശ്രീരാമദേവൻ്റെ ദൂതനാണ്. ശ്രീരാമദേവൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുവാൻ വീണ്ടും ശ്രീരാമ കഥകളിങ്ങനെ പതുക്കെ ഉരുവിടാൻ തുടങ്ങി. അപ്പോൾ സീതാദേവിക്ക് സന്തോഷമാകുന്നുണ്ട്. ശ്രീരാമനെക്കുറിച്ച് പറയുന്ന പുണ്യമായ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുവാൻ സന്തോഷമായി. പതുക്കെ ഹനുമാൻ തൻ്റെ തലയിൽ സൂക്ഷിച്ചിരുന്ന ശ്രീരാമദേവൻ കൊടുത്തയച്ച അടയാളമായ അങ്കുലിയം അതെടുത്ത് സീതാദേവി ഏൽപ്പിച്ചു. ഭഗവാൻ തന്നയച്ച അടയാളമാണ്. അത് കിട്ടിയപ്പോൾ സീതാദേവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. അതുവരെ മുഖത്ത് ദുഃഖം മാത്രം തളം കെട്ടി നിന്നിരുന്ന സീതാദേവിയുടെ മുഖം ഏറെ പ്രസന്ന ഭാവം കൊണ്ടു. ഹനുമാൻ ഇതിൽ വളരെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ഹനുമാൻ പറഞ്ഞു, അങ്കുലിയം കിട്ടിയപ്പോൾ ഹനുമാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ സീതാദേവിക്ക് മനസ്സിലായി ശ്രീരാമദേവൻ കൊടുത്തയച്ചു തന്നെയാണ്, അടയാളം തന്നെയാണ്, ശ്രീരാമദേവൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ശ്രീരാമദേവൻ പറഞ്ഞിരുന്ന ചില അടയാള വാക്യങ്ങളുണ്ട്. ശ്രീരാമദേവനും സീതാദേവിക്കും മാത്രം അറിയുന്ന ചില അടയാള വാക്യങ്ങൾ. അതിങ്ങനെ ഹനുമാൻ ദേവിയോട് പറഞ്ഞു. അപ്പോൾ ദേവിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ദേവി ഹനുമാനെ അനുഗ്രഹിച്ചു. ഈ വിധം നല്ല വാർത്ത നമുക്കെത്തിച്ച നീ ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. ചിരഞ്ജീവി വെച്ചാൽ മരണമില്ലാത്ത ആളായി മാറും. ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞ് സീതാദേവി ചോദിച്ചു, നിന്റെ ഈ ചെറിയ ശരീരം വെച്ചുകൊണ്ട് നീ എങ്ങനെ ഈ കടൽച്ചാടി ഇവിടെ വന്നു? ഈ വലിയ കടൽച്ചാടി ഇവിടെ എങ്ങനെ വന്നു എന്ന് വെച്ചു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, നമ്മുടെ യഥാർത്ഥ രൂപം ഞാൻ അമ്മയെ കാട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീരാമനാമം ഉരുവിട്ടുകൊണ്ട് ഹനുമാൻ തൻ്റെ വിശ്വരൂപം ആകാശം മുട്ടെ ഇങ്ങനെ കാണിക്കുക വളർന്നു. ദൈവം മതി 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 എന്ന് അത്രയും വളർന്നപ്പോൾ ഈ ഭാരം കൊണ്ട് ലങ്ക ഒന്ന് ശകലം താഴ്ന്നു പോയി. ഈ ഭാരം കൊണ്ട് ലങ്ക ശകലം താഴ്ന്നു പോയി. ആ നിലയിലുള്ള ഒരു ഭാരമായി മാറി ഹനുമാൻ. അപ്പോൾ സീതാദേവിക്ക് മനസ്സിലായി, ഈ ഒരു ഹനുമാൻ മതി ദേവന് ഈ ലങ്ക മുഴുവൻ നശിപ്പിക്കാൻ, ഈ രാക്ഷസകുലത്തെ ആകെ നശിപ്പിക്കാനെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഹനുമാൻ പറഞ്ഞു, അമ്മേ, ഇവിടേക്ക് അധികം താമസിക്കാതെ തന്നെ ശ്രീരാമദേവനും മറ്റ് വാനര സൈന്യവും ഇവിടെ എത്തിച്ചേരും. നാമാണ് സുഗ്രീവൻ്റെ മന്ത്രി, ഈ സേനയെ നയിക്കുന്നത് നാമാണ്. ഇവിടെ വരും. ദേവി എവിടെ നിന്നും
വീണ്ടെടുത്തു കൊണ്ടുപോകും ശ്രീരാമദേവൻ. അതിനിടയിൽ ഒരു സംശയം ദേവിക്കും, ശ്രീരാമദേവൻ ഇവിടേക്ക് എങ്ങനെ എത്തും? അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അത് നമ്മുടെ ചുമലിൽ കയറി വരാമല്ലോ. അപ്പോൾ ദേവി പറഞ്ഞു, അത് ദേവന് മോശമല്ലേ, യുദ്ധം ചെയ്യാനായി ഇവിടെ എത്തുമ്പോൾ സ്വയം എത്താൻ കഴിയാതെ ഇവിടെ വരും, നിന്റെ ചുമലിൽ കയറി മാത്രം എത്തുക എന്ന് പറയുമ്പോൾ അല്ല, മുഴുവൻ സൈന്യത്തെ നാം ഇവിടെ എത്തിക്കാം. അത് കഴിഞ്ഞ് ഹനുമാൻ പറഞ്ഞു, ദേവി എൻ്റെ ചുമലിൽ കയറിയാൽ നാം ഇപ്പോൾ തന്നെ ദേവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, രാവണൻ ശ്രീരാമദേവനെയും അഞ്ജനെയും അവിടുന്ന് തന്ത്രപൂർവ്വം അകറ്റിയിട്ട് നമ്മെ ഇവിടെ തട്ടിക്കൊണ്ട് വന്നത് ഒരു കാര്യമാണ്. ഇപ്പോൾ നീ പറയുന്നു നീ അപ്പുറത്ത് കൊണ്ടുപോകാമെന്ന്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാവണൻ തട്ടിക്കൊണ്ടുവന്നതും നിന്റെ ചുമലിൽ കയറി നീ അപ്പുറത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം എന്താണ്? അതല്ല, ഇവിടെ ശ്രീരാമദേവൻ വരും, ഈ കുലമാകെ നശിപ്പിക്കും. പിന്നെ മറ്റൊരു കാര്യം നീ അറിയുക, നീ വാനരനാണെങ്കിലും നീ ഒരു പുരുഷനാണ്. ശ്രീരാമദേവനല്ലാതെ മറ്റൊരു പുരുഷൻ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. നാം വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ഈ ലങ്കയെ ഭസ്മീകരിക്കാനാകും. ഇത് കേട്ടപ്പോൾ ഹനുമാൻ നോക്കുമ്പോൾ മഹാലക്ഷ്മിയാണ്, ശംഖചക്ര ധാരിയായ മഹാലക്ഷ്മി നിൽക്കുക. അപ്പോൾ തന്നെ ദേവിയുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് സീതാദേവിയെ വളരെ ഭക്തിയാദരപൂർവ്വം ഹനുമാൻ വണങ്ങിക്കൊണ്ടു നിന്നു. സീതാദേവി ഹനുമാനോട് പറഞ്ഞു, ഒരു മാസത്തിനകം നമ്മെ ഇവിടെ നിന്നും കൊണ്ടുപോയില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കും എന്ന് നീ ശ്രീരാമദേവനോട് പറയുക എന്ന് പറഞ്ഞ് ഹനുമാനെ അവിടെ നിന്നും യാത്ര അയച്ചു സീതാദേവി. ഹനുമാൻ സീതാദേവിയെ 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് വലം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അവിടെ നിന്നും മെല്ലെ മുന്നോട്ട് നടന്നു. നടക്കുമ്പോൾ ഹനുമാൻ്റെ മനസ്സിൽ നാം ഒരു ദൂതനായി ഇവിടെ എത്തിയതാണ്, നാം വന്ന കാര്യം രാവണനെ അറിയിക്കണ്ടേ? അപ്പോൾ ദൂതിനെ ഒരാൾ വരുമ്പോൾ ആളിനെ വിളിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി മര്യാദ. പക്ഷെ നാം വന്ന വിവരം രാവണൻ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ രാവണനെ അറിയിക്കണമല്ലോ നാം വന്ന കാര്യം. ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഹനുമാൻ നേരെ നടന്ന് രാവണൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ അതിമനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. രാവണൻ ദിവസവും പോയിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ്, അതിമനോഹരമായ പൂന്തോട്ടം, പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ പൂന്തോട്ടം. ആ പൂന്തോട്ടം ഹനുമാൻ അടിച്ചു തകർത്തു.
രാവണൻ എന്നും ഉണർന്നാൽ കാഴ്ച കാണുന്ന വലിയൊരു സ്വർണ്ണ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മലയാണ്. അതിനെടുത്ത് കടലിലേക്ക് ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന രൂപങ്ങൾ പലതും തന്നെ നശിപ്പിച്ചു. വലിയ മരങ്ങളൊക്കെ തന്നെ ഉഴുതെടുത്തെറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തെറിഞ്ഞു. ചില മരങ്ങളൊക്കെ പിഴുതെടുത്തെറിയുമ്പോൾ പല കൊട്ടാരങ്ങളുടെയും മുകളിൽ വീണ് വലിയ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. രാവണൻ ഈ രാത്രി ശബ്ദം കേട്ടുകൊണ്ട് എന്ത് ശബ്ദം, ഇതെന്താ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നു? അശോകവനത്തിൽ സീതാദേവി ഇരിക്കുന്ന പ്രദേശം ഒഴിച്ച് ബാക്കിയുള്ള എല്ലായിടത്തും കടുത്ത ആക്രമണം. ഈ ആക്രമണം ശക്തമായപ്പോൾ സീതാദേവിക്ക് ചുറ്റും നിൽക്കുന്ന രാക്ഷസിമാർ അവിടെ വന്ന് പറഞ്ഞു, സീതാദേവിയോട് പറഞ്ഞു, ഒരു വാനരനാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇവിടെ നിന്ന് വന്ന വാനരൻ, നേരത്തെ ഒരു വാനരൻ ഇവിടെ ഇരിക്കുമ്പോൾ തോന്നിയിരുന്നു ഏതോ ഒരു വാനരനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ സീതാദേവി കേട്ടുകൊണ്ടിരുന്നാലും മറുപടി ഒന്നും പറയേണ്ട കാര്യമില്ല, അവരോട് മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. പെട്ടെന്ന് നേരം വെളുത്തു. നോക്കിയപ്പോൾ ലങ്ക ആകെ തകർന്ന് കിടക്കുക, മൊത്തം തകർത്തിരിക്കുക. അത് കഴിഞ്ഞ് ഹനുമാൻ ഇങ്ങനെ ഗോപുരത്തിൻ്റെ മുകളിൽ ഇരിക്കുക. രാവണൻ ഇത് നശിപ്പിച്ച ഈ കൊടും ക്രൂരകൾ ചെയ്ത അതാരായാലും അപ്പോൾ പറഞ്ഞു, ഒരു വാനരനാണ്, വാനരനെ പിടിച്ചു കെട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവരാം. അപ്പോൾ അതിലേക്ക് വേണ്ടി തൻ്റെ സേനാനായകരെ അയച്ചു. സേനാനായകർ ആവശ്യമായ കുറേ സൈന്യവുമായി വന്നു. ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ എല്ലാം കൊല്ലപ്പെട്ടു. കുറച്ച് സൈന്യവുമായി സേനാനായകർ വന്നപ്പോൾ അവരെല്ലാം കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ സൈന്യവും ഈ സംവിധാനവും പോരാ ഈ വാനരനെ നേരിടാനെന്ന് മനസ്സിലാക്കിയപ്പോൾ മന്ത്രികുമാരന്മാർ വളരെ ധീരന്മാരും ശക്തന്മാരുമായ പോരാളികളാണ്. അവരെ ഇതിലേക്ക് വേണ്ടി നിയോഗിച്ചു. വളരെ വലിയ സൈന്യത്തോടുകൂടി അവർ വന്ന് ഹനുമാന് നേരെ അസ്ത്രങ്ങളും പലതും എഴുതും. ഇതൊക്കെ ഹനുമാൻ ഇങ്ങനെ അസ്ത്രങ്ങൾ വരുമ്പോൾ വെറുതെ ചുമ്മാ പിടിച്ചെടുത്ത് കളയുകയാണ്. വളരെ വേഗം തന്നെ മന്ത്രികുമാരന്മാരും എല്ലാം കൊല്ലപ്പെടുകയും മുഴുവൻ സൈന്യവും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ അയക്കുന്ന സൈന്യം മുഴുവൻ തന്നെ കൊല്ലപ്പെടുകയും നശിക്കുകയും ചെയ്യുന്ന കണ്ടപ്പോൾ രാവണന് ഇതെന്താണ് സംഭവിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയായി. ഒരു വാനരൻ വന്നിട്ട് മുഴുവൻ ആളുകളെ നശിപ്പിക്കുന്നു എന്ന് പറയും. ഇത് നേരിടുവാൻ ശക്തരായ ആരെങ്കിലും നിയോഗിക്കുവാൻ രാവണൻ തീരുമാനിച്ചു. അപ്പോൾ രാവണൻ്റെ ഇളയപുത്രൻ ധീരനായ ഒരു പോരാളി അവിടെ ഉണ്ട്. ഞാൻ ആ വാനരനെ ഇപ്പോൾ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ്റെ മുന്നിൽ നിന്നും ഇറങ്ങുകയാണ്.